കുട്ടേശിയിൽ നിന്ന് ടിബിലിസിലേക്ക് ട്രെയിന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ടാക്സിയേക്കാൾ റേറ്റ് കുറവാണ് ട്രെയിന് വരുന്നത്. 13 ലാരിയാണ് ട്രെയിൻ ടിക്കറ്റിന്റെ ചാർജ്. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ടിബിലിസിലേക്ക് എത്താം. കുട്ടേശിയിലെ റിയോണി സ്റ്റേഷനിൽ നിന്ന് ടിബിലിസിലെ സ്റ്റേഷൻ സ്ക്വയറിലേക്ക് ദിവസം 2 ട്രെയിനാണുള്ളത്. രാവിലെ 9 മണിക്കും വൈകുന്നേരം 4:45-നും. അതുപോലെ തന്നെ തിരിച്ച് ടിബിലിസിൽ നിന്ന് രാവിലെ 8:20-നും വൈകുന്നേരം 5:25-നാണ് ട്രെയിൻ. പാസ്പോർട്ടും ടിക്കറ്റിനുള്ള പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള പ്രിന്റർ ടിക്കറ്റ് തരും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇത് കയറുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് TTR അകത്തേക്ക് കയറ്റിവിടുക. പിന്നെ വേറൊരു കാര്യമാണ് ട്രെയിനിന്റെ അകത്തെ വൃത്തി. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ടൊന്നും അറിയില്ല, ട്രെയിനിലെ ആൾക്കാർ വളരെ കുറവായിരുന്നു ടിബിലിസിലേക്ക്. ടിബിലിസിലെ സ്റ്റേഷൻ സ്ക്വയർ ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. ഇവിടെ മെട്രോയ്ക്കും ബസ്സിനും ഒക്കെ സെയിം കാർഡാണ്. അതുപോലെ തന്നെ കാർഡിന്റെ ചാർജ് വരുന്നത് കിലോമീറ്റർ പരിധിയില്ലാതെ വൺ സൈഡിലേക്ക് 1 ലാരിയാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വെറും 2 ലാരി മതിയാകും. വൺ സൈഡിലേക്ക് 1 ലാരി, അതുപോലെ തന്നെ തിരിച്ചു വരാനും 1 ലാരി. 2 ലാരിയാണ് ഈ മെട്രോ കാർഡിന്റെ ചാർജ് വരുന്നത്. അത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിയ ബില്ലുണ്ടെങ്കിൽ ആ 2 ലാരി നമുക്ക് റീഫണ്ട് കിട്ടും. പിന്നെ ഈ കാർഡ് റീചാർജ് ചെയ്യണമെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ മാത്രമേ നടക്കൂ. ബസ്സിലേക്ക് പോകാനുണ്ടെങ്കിൽ എത്രത്തോളം യാത്രയുണ്ട് അതിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള റീചാർജ് ചെയ്ത് വെക്കേണ്ടി വരും. ഏത് നാട്ടിൽ ചെന്നാലും ടാക്സി വേണമെന്ന് ആൾ ചോദിക്കും. ഇപ്പോൾ മെട്രോയിലും ബസ്സിലും സെയിം കാർഡായതുകൊണ്ട് തന്നെ ടിബിലിസിയും അതുപോലെ ടിബിലിസിയുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ മെട്രോ കാർഡ് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. വലിയ പൈസക്ക് ടാക്സി എടുത്തിട്ട് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യൽ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്ത ഏരിയകളിലേക്ക് ഒന്നുകിൽ ഹിച്ചേക്ക് ചെയ്യും. അതും നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ടാക്സി പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുള്ളൂ. അന്ന് വൈകുന്നേരം ടിബിലിസി ടൗണും രാത്രി അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കണ്ട് പിറ്റേന്ന് രാവിലെ കാർഡ് വെച്ച് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹൈക്ക് ചെയ്യാൻ വേണ്ടി മൗണ്ടൻ റീജിയനിലേക്ക് പോയി. മെട്രോ കാർഡ് ഉപയോഗിച്ചിട്ട് ടിബിലിസിലെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.